എന്തോന്ന് നിനക്ക് കൂടെ നീക്കി കൊടുഞ്ഞു റെഡി ആ സോപ്പ് അത്രയും വായിട്ട് പോയില്ലേ ഇച്ചിരി അഴുക്കൊക്കെ പോട്ടെ അകത്തുനിന്ന്. അങ്ങനെ നീ ഒരു കാര്യം ചെയ്യും എനിക്ക് കുറച്ച് സോപ്പ് വെള്ളം കലക്കിത്താ ഞാൻ കുടിക്കാം. എന്നാലും പോവില്ലല്ലോ. കഷ്ടം തന്നെ. ഇതെന്താ ഇവര് കഥകൊന്നും തുറക്കാത്ത? എഴുന്നേറ്റില്ലേ? അവര് സൗകര്യമുള്ളപ്പോൾ തുറക്കും. അതുമായിട്ട് ഒറ്റ അമ്പലത്തിൽ പോയിട്ടുണ്ടാവും. പിന്നെ വഴിപാട് അമ്പലത്തിൽ പോവാണെങ്കിൽ എന്നോട് പറയുമല്ലോ. അല്ലേ അവരെ കാര്യങ്ങളൊക്കെ നിന്നോട് പറയാൻ നീയാണോ ചെലവിന് കൊടുക്കണേ? അല്ലല്ലോ. എന്തൊരു കയ്പത്. സോപ്പ് പഞ്ചസാര കൊണ്ടല്ലേ ഉണ്ടാക്കണത് അറിയില്ല? അയ്യോ ഞാൻ ഇത്ര നാൾ വിചാരിച്ച സോപ്പ് പഞ്ചസാരയും പാലും വെച്ചുണ്ടാക്കണേ. പുതിയ അറിവാ. എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങളൊക്കെ കാര്യങ്ങൾക്കൊന്നും കുറവില്ലല്ലോ. അല്ലെങ്കിലും നിലത്തും വീണത് വീഴും. വിളിക്കാന്ന് പറഞ്ഞ സമയത്ത് വിളിക്കേയില്ല. കുറെ കഴുതകളെ വിളിച്ചിട്ട് ഞാൻ ഇറങ്ങാന്ന് പറഞ്ഞ് വെച്ചേക്ക എടുക്കൂല. ഇത് തന്നെ പോണില്ലേ? വിളിച്ചിട്ടൊക്കെ പോണല്ലോ. ഞാൻ ഇവിടുന്ന് എത്രയും പെട്ടെന്ന് പോണോന്നാണോ നിന്റെ പ്രശ്നം? നീ അമ്പലത്തിൽ പോയാവോ എന്നോട് പറയാതെ? ഇത് നോക്കി, ഇത് പൂട്ടിയിട്ടില്ല. ഇച്ചിരി സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങട്ടെ. ഉറങ്ങണതോ? ഈ 10 മണിയായപ്പോഴോ? ഉച്ചയ്ക്ക് 1 മണി വരെ ഉറങ്ങുന്ന ആൾക്കാരെ എനിക്കറിയാം. അത് നിങ്ങളെപ്പോലെ ജോലിയും കൂലി ഇല്ലാത്തവര്. അവൻ അങ്ങനെയല്ല. ഇതൊന്ന് തുറന്ന്, ഇത് തുറക്കാൻ പറ്റാത്ത. ഞാൻ തുറന്നു തരാം. പിന്നെ അതിന്റെ ഇടയിലോട്ട് നീ അതല്ലേ തുറക്കാൻ പോയി. അതിനിടയ്ക്ക് ഇതൊന്ന് തുറക്കുന്നത് എന്തിനാ? ഞാനത് തുറക്കുമല്ലോ. ഒരു മനുഷ്യന് സമാധാനം തരരുത്. അവൻ കിടന്ന് ഉറങ്ങട്ടെടി. ആ പടെ മനുഷ്യന് സമാധാനം കിടന്ന് ഉറങ്ങുമ്പോഴാ അവന് സമാധാനം നിങ്ങൾ കളഞ്ഞല്ലോ ഇന്നലെ. എന്തോരം വ്യസനിച്ചിട്ടാ കിടന്ന് ഉറങ്ങിയെന്ന് അറിയാമോ ചെറുക്കൻ? ഞാൻ എന്ത് പറഞ്ഞു? അയ്യോ ഒന്നും പറഞ്ഞിട്ടില്ല. സത്യസന്ധമായ ഒരു കാര്യം ഞാൻ എന്തെങ്കിലും പറഞ്ഞു അത് കുഴപ്പമാ. ഞാൻ വന്ന് കള്ളം പറയണായിരുന്നു. നീ ചുമ്മാ കളിക്കുന്നത്. വാ തുറന്ന കുഴപ്പമുണ്ടാക്കുള്ളൂ. എന്താന്നാവോ? അവരോട് എന്ത് പറയാൻ? ഇവിടെ ഒന്നും ഇല്ലാന്നങ്ങ് പറയണം. അതിന് നിനക്കങ്ങ് പറഞ്ഞാൽ പോലെ. ഞാൻ തൊപ്പിച്ച് വെച്ചു. ഞാൻ പറയണ വേറെ എന്തെങ്കിലും അധികം വെച്ചോ, ഇതുകൂടി വെച്ചോ. നീ എന്റെ പ്രാർത്ഥന കേട്ടു. അതെ, ജമന്തിക്ക് വിശേഷം ഉണ്ടെന്ന് കനകം വിളിച്ചു പറഞ്ഞപ്പോ ഇന്നലെ തന്നെ ഇറങ്ങി പുറപ്പെടാൻ നിന്നാ. ഞാനാ പറഞ്ഞ് അമ്പലത്തിൽ പോയി ഒരു വഴിപാട് നടത്തിയിട്ട് ഇന്ന് ഇങ്ങോട്ട് പോരാന്ന്. വരണ വഴിക്ക് ചേച്ചിക്ക് ജമന്തിക്ക് മാങ്ങ വാങ്ങിയേ പറ്റൂന്ന്. ഇടോക്കെ 1 കിലോ മാങ്ങ മേടിച്ചു. എവിടെയാണ് ജമന്തി? എവിടെ? ഇതൊന്നും കൊടുക്കണ്ട. ഓടി അവിടുന്ന്. ഇങ്ങനെയുള്ള സമയത്താണ് ഇപ്പം മാങ്ങയൊക്കെ തിന്നാൻ തോന്നല്ലേ? അതല്ല, ജമന്തിക്ക് വിശേഷമൊന്നുമില്ല. എന്താ ഈ പറയണേ? അത് ഇന്നലെ ഒരു ചെറിയ കമ്മ്യൂണിക്കേഷൻ പ്രശ്നമാണ്. ഞാൻ ഇവരോട് വിളിച്ചു പറഞ്ഞ കാര്യമല്ല ഇവര് മനസ്സിലാക്കിയത്. എന്താ പറയണത്? തെളിച്ചു പറ. അതെ, ആശുപത്രിയിൽ ഞാൻ പോയത് വേറൊരു ആവശ്യത്തിനാണ്. അത് വിജയിച്ചു, അത് ഓക്കെ ആണെന്ന് പറഞ്ഞപ്പോൾ ഇവര് വിചാരിച്ചു ജമന്തിയുടെ റിസൾട്ട് ഞാൻ വാങ്ങിയത് ഓക്കെ ആണെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷന്റെ പ്രശ്നം. അപ്പൊ ജമന്തി മോൾക്ക് വിശേഷമില്ല. ഒന്നാമത് ഈ ആളെ കളിപ്പിക്കണ ഒരു പരിധിയില്ലേ? കൊതിപ്പിച്ചിട്ട് മനുഷ്യനെ. അതിലും വിഷമിച്ചാ നിങ്ങൾ അകത്ത് കിടക്കണേ. രാവിലെ വൈകുന്നേരം അത് പറഞ്ഞപ്പോ മുതൽ പിന്നെ കണ്ടിട്ടില്ല. അകത്ത് കയറി കഥ കടച്ചു. ഞാൻ ഓർത്ത് പുറത്തേക്ക് പോയിട്ടുണ്ട്. പുറത്ത് പോയിട്ടുണ്ടാവും. നിങ്ങൾ വേളം വെക്കല്ല. അവര് നേരം വരെ അവർ പുറത്തു പോയിട്ടിരിക്കുക. കനക എന്താണെങ്കിലും പരിഹാരം ഉണ്ടാക്കാടാ. കഥ തുറക്കാതിരിക്കാൻ പൂട്ടിയിരിക്കാനായിട്ട് ഇവിടെ വിഷയമൊന്നും ഉണ്ടായില്ലല്ലോ. ഒറ്റ കാരണം ഇങ്ങനെയാണ് കളിപ്പിക്കുന്ന ആൾക്കാരെ.
പഠിപ്പിക്കണേ? ഇങ്ങനെ വിഷമിക്കാനായിട്ട് ഇവിടെ എന്തെങ്കിലും ഉണ്ടായോ? മോന്റെ ഒടി തരണം. എത്ര നേരെ വിളിക്കണ രണ്ടിന്? അല്ലളിയാ, ഇപ്പൊ ഇതിനും വേണ്ടി വിഷമിക്കാൻ ഇവിടെ എന്തുണ്ടായി? ഉണ്ടായിരിക്കടാ, ഓരോന്നും ഒപ്പിച്ചു വെച്ചിട്ട് അവൻ. വിഷമിക്കാതെ മക്കളെ, വിധി ഉണ്ടെങ്കിൽ ദൈവം നിനക്കൊരു കുഞ്ഞിനെ തരും. അങ്ങനെയൊന്നുമില്ലപ്പ, നമുക്ക് നമ്മളെ യോഗമല്ല ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും പറ്റില്ലല്ലോ. മക്കളെ കരയാതെ. എല്ലാവരോടും സന്തോഷിച്ചപ്പോൾ നമ്മളൊന്ന് ഒരുപാട് സ്വപ്നം കണ്ടു. ഒരു കുഞ്ഞിനെ എടുത്ത് ലാളിക്കണമെന്ന് അവക്കും തോന്നിപ്പോയി. നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കാതിരിക്കില്ല. അതിപ്പോ കുഞ്ഞിനെ ലാളിക്കണതാണ് വിഷയമെങ്കിൽ ഞങ്ങളുടെ തക്കളി മോളെ നിങ്ങൾ ലാളിക്കുകയോ കൊഞ്ചിക്കുകയോ സ്നേഹിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്താ ഞാൻ ഒന്നും പറയില്ല. അല്ലെ ഇപ്പം നമ്മൾ തക്കിലെടുത്ത് ചോദിക്കുകയാണ്, നമുക്ക് ആരെ ഏറ്റവും കൂടുതൽ ഇഷ്ടം? അവൾ ആരെയാ പറയുന്നത്? അവൾ അച്ഛനാണ്. മാമനും മാമയ്ക്ക് പിന്നീടല്ലേ അല്ലേ? അല്ലയാ, എനിക്ക് അങ്ങനെയൊന്നുമില്ല. എന്റെ കൊച്ചിന് അങ്ങനെ ഒരു ചിന്തയില്ല. അല്ല അമ്മ, ഞാൻ നിനക്കൊന്ന് പോയി തരാമോ? ഞാനില്ലേലും എന്തും പറയുമ്പോണല്ലോ കുഴപ്പം. ഞാൻ പൊക്കോളാം. ഞാനിവിടെ നിൽക്കണമെന്ന് എല്ലാവർക്കും കുഴപ്പം. മുഴുവൻ കുഴപ്പം ഞാനാണല്ലോ ഉണ്ടാക്കണം. അതെ. എന്താണ് അങ്ങനെ? അമ്മ അപ്പൊ എല്ലാവരും ഇതായപ്പോഴേ നമ്മളങ്ങ്. നീ പോയി കുളിച്ച് റെഡി ആയിക്ക. പോയി കുളിക്ക്. ഇണീക്ക്. അമ്പലത്തിലൊക്കെ പോയാ പ്രാർത്ഥിച്ച മക്കൾ പോയി കുളിക്ക്. എന്നൊക്കെ മോക്കായിരുന്നുല്ലേ അമ്പലത്ത് പോക്കും പ്രാർത്ഥനയും. സാധിക്കണമെന്നില്ലല്ലോ. മനുഷ്യനാണെങ്കിൽ ചെയ്യും ആരെങ്കിലും. അവിടെ ഉള്ളു നീറി പോഞ്ഞിരിക്കുക എല്ലാത്തിൻ്റെ അവിടെ പോയി നിന്ന് പ്രസംഗിക്കണു. എനിക്ക് എന്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് നടക്കണം. അത് നിങ്ങൾ 4 നേരം വെട്ടി വിഴുങ്ങണ്ടല്ലോ. അത്ര നടന്നാൽ മതി നിങ്ങളുടെ കാര്യം. അല്ല, ഞാൻ ചോദിച്ചോട്ട്, നീ ഈ കിടന്ന് ബഹളം വയ്ക്കാനേ ഒരു കുട്ടി ഉണ്ടായില്ല എന്ന് പറഞ്ഞിട്ട് അപ്പൊ ആകാശം ഇടിഞ്ഞ് വീഴൊന്നുമില്ല. ഓ, അല്ലേ തന്നെ നീ സന്തോഷിക്കുകയാണ് വേണ്ടത്. എൻ്റെ ആങ്ങളയ്ക്ക് പിള്ളേരുണ്ടാവില്ല എന്ന് പറയുമ്പോൾ ഞാൻ സന്തോഷിക്കണം. എൻ്റെ തങ്കം, നമ്മൾ ഓരോ കാര്യങ്ങളും വളരെ ഗൗരവമായിട്ട് ആലോചിച്ച് നോക്കണം. ഇങ്ങനെ ഞാനേ നിങ്ങൾക്കൊന്നും ഒരു കാര്യങ്ങൾ അതിൻ്റെ ഗൗരവം ഇല്ലാത്തതാണ്. അതിൻ്റെ ഗൗരവം അറിഞ്ഞ് നമ്മൾ ഓരോ കാര്യങ്ങൾ. ഗൗരവമുള്ള ഒരാളിവിടെ ജീവിച്ചിരിപ്പുണ്ടല്ലോ, പിന്നെ ഞാൻ ഇനി എന്തിനാ ഗൗരവപ്പെടുന്നത്? അതായത് ഞാനിപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ നല്ലതാണ്. അവിടെ ഇരിക്കുന്നേ, നീ ഒന്ന് ഇരിക്കേ, അടങ്ങ്, ഈ എടുത്തിയാട്ടം നിർത്ത്. ഞാനിപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ നല്ലതാണോ അല്ലേ എന്നുള്ളത് നിനക്ക് ബോധ്യമാവും. ഇതേ സമാധാനമായിട്ട് കേൾക്ക്. അതായത് ഇപ്പോൾ ഇതാ ഈ ചതുരം, ഇത് നമ്മുടെ അമ്മാവൻ്റെ വീട്. അമ്മാവൻ്റെ വീട്. ഇനി ഇതാ ഈ വട്ടം എന്ന് പറയുന്നത് നമ്മുടെ അമ്മാവനിപ്പോൾ എത്രയാണ്? 58 വയസ്സാണ്. 58 തികഞ്ഞ അമ്മാവൻ. ഈ 58 വയസ്സെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരു മനുഷ്യൻ്റെ ശരാശരി ജീവിതത്തിൻ്റെ അങ്ങേ അറ്റമായി. 50 വരെയൊക്കെ ഒരാളിന് പറഞ്ഞിട്ടുള്ളൂ. 58 എന്ന് പറയുമ്പോൾ ഒന്നീ പെട്ടെന്ന് തന്നെ അമ്മാവൻ്റെ കാറ്റ് പോവും, അല്ലെങ്കിൽ രോഗിയാവും, കിടപ്പിലാവും. നമുക്കിപ്പോൾ എന്തായാലും ഇവിടെ 58 അമ്മാവൻ വെടി തീർന്നു എന്ന് എഴുതാം. അപ്പച്ചൻ്റെ കാര്യം കൂടി എഴുതിക്കോ. അതൊക്കെ ഇങ്ങനെ പോകുന്നേ. നമുക്ക് അവിടുത്തെ കാര്യം പിന്നെ ആദ്യം നമ്മൾ ഇവിടെ കിട്ടാനുള്ളതിനെ കുറിച്ച് ആലോചിക്കും. അപ്പോൾ അമ്മാവൻ 58, ഈ കോളം വട്ടം, ഇത് അമ്മാവൻ 58 വെടി തീർന്നു. അപ്പോൾ ഈ അമ്മാവൻ വെടി തീർന്നു കഴിഞ്ഞാൽ അമ്മാവൻ്റെ ഈ സ്വത്തിൻ്റെ അവകാശി ആരാണ്? കനകന് കുട്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ സ്വത്തും കൂടെ അമ്മാവൻ നമുക്ക് തരും. നമുക്കെന്ന് പറഞ്ഞാൽ ആർക്കാ? നമ്മുടെ തക്കിളി മോൾക്ക്. തക്കിളി. ശരി, അതവിടെ നിൽക്കട്ടെ. ഇനി അടുത്ത സെക്ഷൻ. ഇനി ഇതെന്ന് പറഞ്ഞാൽ ഈ ചതുരം നമ്മളിപ്പോൾ താമസിക്കുന്ന ഈ വീട്. ഈ വീടെന്ന് പറഞ്ഞാൽ ഇത് മൊത്തത്തിലുള്ള ഈ വീട്. ഈ വീട് അമ്മയുടെ കാലശേഷം നമ്മൾക്ക് 2 പേർക്കും കൂടെ തുല്യമായിട്ട് വീതിക്കുന്നു. അതായത് അമ്മയുടെ കാലശേഷം വീട് നമ്മൾ തുല്യമാക്കുന്നു. ഇനി അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളിപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വീട് നമുക്ക് വിൽക്കാം.
ഈ സ്ഥലവും വീടും കൂടെ നമുക്കങ്ങ് വിൽക്കുന്നു. വിട്ടിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്ലാറ്റ് കെട്ടുന്ന ടീമിന് നമ്മളിത് ഫ്ലാറ്റ് കെട്ടാനായിട്ട് കൊടുക്കണം. അപ്പം നമുക്കിത് ഫ്ലാറ്റ് എന്ന് തന്നെ ഇടാം. ഇവിടെ ഫ്ലാറ്റ് വരും എന്തായാലും ഭാവിയിൽ. ഇനി ഫ്ലാറ്റ് കെട്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ അതിലൊരു ഫ്ലാറ്റ് നമുക്ക് സ്വന്തമാക്കി അതിൽ തന്നെ താമസിക്കാം. ഇനി അതല്ല നമുക്കത് സൗകര്യക്കുറവാണെങ്കിൽ നമുക്ക് ആ കാശ് കൊണ്ട് വേറെ എവിടെയെങ്കിലും ഒരു നല്ല വീടും കുറച്ച് സ്ഥലമൊക്കെ ആയിട്ട് മേടിച്ചിട്ട് അങ്ങനെ താമസിക്കാം. അപ്പോൾ ഇത് ഫ്ലാറ്റ്. ഇനി ഇവിടെ നമ്മൾ അമ്മാവിൻ്റെ ആ വസ്തു ഉണ്ടല്ലോ, അവിടെ നമ്മൾ എന്തായാലും താമസിക്കില്ല, അത് നമുക്ക് പറ്റിയ അന്തരീക്ഷമല്ല. അത് നമ്മൾ എന്ത് ചെയ്യും? വിൽക്കും. അപ്പോൾ വിൽപ്പന. അത് ഇനി നമ്മളത് വിട്ടിട്ട് എന്ത് ചെയ്യും? ആ കാശ് കൊണ്ട് നമ്മളെ തക്കിളിമോളെ ഉണ്ടല്ലോ രാജകീയമായി നമ്മൾ കെട്ടിച്ചു വിടും. ഓ, തക്കിളിമോളെ കെട്ടിച്ചു വിടാൻ. തക്കിളിയുടെ കല്യാണം. കാര്യത്തെ കുറിച്ച് ചിന്തിക്കണ്ട. എന്തിന്? അതല്ലേ, ഇതാണ് ദീർഘവീക്ഷണം വേണമെന്ന് പറഞ്ഞത്. അപ്പോ ഇനിയിപ്പോ നീ ഒന്ന് ആലോചിച്ചിട്ട് പറ, കനകന് കുട്ടികൾ ഇല്ല. കുട്ടികൾ ഇല്ല. ഓക്കെ അല്ലേ? കുട്ടികളില്ല. ഓക്കെ അല്ലേ? അപ്പൊ അത് ഗുഡ് അല്ലേ? ഗുഡാണ്. ഗുഡ്. അപ്പൊ അത് ഗുഡ്. ഇതാണ് പറഞ്ഞത്, ഓരോ കാര്യങ്ങൾക്കും ദീർഘവീക്ഷണം വേണം. ഇനി ഞാനൊക്കെ ഈ പറഞ്ഞില്ലേ, രാഷ്ട്രീയ രംഗത്ത് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും മാത്രമേ വളരെ ഗൗരവമായി 100 പ്രാവശ്യം ചിന്തിച്ചിട്ടാണ് ചെയ്യണത്. ഇത് തന്നെ ഞാൻ എത്ര വർഷമായിട്ട് ചിന്തിക്കുന്ന കാര്യമാണെന്നറിയാമോ എൻ്റെ ഈ പ്ലാൻ. ഇങ്ങനെ ചിന്തിക്കണം. നമ്മൾ ചിന്തിച്ചിട്ട് ഓരോ കാര്യങ്ങൾ കൊച്ചിന് ഇതുപോലെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ചിന്തിക്കാൻ. നോക്കുകയാണെങ്കിൽ നമുക്കിനി ഇങ്ങനെ പേടിക്കണ്ട, ഒരു ടെൻഷനും ഇല്ല. നന്നായിട്ട് അങ്ങ് പോകും. 58 അമ്മാവൻ വെടി തീരുന്നു. അത് ഉറപ്പല്ല. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഓക്കെ. ഒരു കാരണവശാലും അമ്മാവൻ കല്യാണം കഴിക്കരുത്. അതും കൂടി വേണമെങ്കിൽ എഴുതിക്കുക. ഇനി എവിടെ കല്യാണം കഴിക്കുക? അമ്മാവന്റെ ആ ചിന്ത അമ്മാവന്റെ മനസ്സിൽ പോയല്ലോ. നല്ല രസമുണ്ട് കേട്ടോ ലീറ്റോ. ഇപ്പോഴെങ്കിലും നീ ഒന്ന് സമ്മതിച്ചല്ലോ. സമ്മതിച്ചു. ഈ പരിപാടി ഇവിടെ വെച്ച് ഇപ്പൊ അങ്ങ് നിർത്തിക്കൊള്ളണം. എന്റെ ആങ്ങളെയും കുടുംബത്തിനെ അങ്ങനെ കഷ്ടത്തിലാക്കിയിട്ട് നിങ്ങളുടെ മോളെ കെട്ടിച്ച് വിടണ്ട. ഞാൻ വല്ല മഠത്തിന് കൊണ്ടുവന്ന് ചേർത്തോളാം. നീ ഈ പ്ലാൻ ചുരുട്ടിക്കൂട്ടി കളഞ്ഞാലും ഈ പ്ലാൻ എന്റെ മനസ്സിൽ ഇങ്ങനെ പതിഞ്ഞു കിടക്കുകയാണ്. അത് ഞാൻ നടപ്പിലാക്കും. വേണ്ടിയിട്ട് നിങ്ങളെ കൊല്ലേണ്ടി വന്നാൽ ഞാൻ അതങ്ങ് ചെയ്യും. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. പിന്നെ എന്താ കാണാൻ ഒന്നുമില്ല. ഇത് ഞാൻ നടപ്പിലാക്കോളൂ, നീ നോക്കിക്കോ. നടപ്പിലാക്കും. നിങ്ങൾ അവസാനം നടക്കാതെ ആവും. എവിടെയെങ്കിലും കിടത്തിയിട്ടിട്ട് ഞാൻ കഞ്ഞി തരും നിങ്ങൾക്ക്. അതിനുള്ള ധൈര്യമൊക്കെ എനിക്ക് ഐഡിയ ആയിട്ട് വന്നേക്കണു. എന്റെ കർത്താവ് അവന് കുഞ്ഞുങ്ങൾ ഉണ്ടാവണമെങ്കിൽ ഉണ്ടായിക്കോട്ടെ. അതിനുവേണ്ടി കർത്താവ് റിസ്ക് എടുക്കാതിരുന്നെങ്കിൽ എന്ത് വേണം? എന്റെ തക്കിളിമുള്ള ഭാവി ഓർക്കുമ്പോഴാണ് എനിക്ക് ടെൻഷൻ. അവക്കൊന്നും ഒന്നും അറിയണ്ടല്ലോ, കുടുംബനായായിപ്പോയില്ലേ. ഞാൻ ഇതൊക്കെ ചിന്തിച്ചല്ലേ പറ്റും. എൻ്റെ കൊച്ചിൻ്റെ ഭാവി, കുടുംബത്തിൻ്റെ സന്തോഷം, കുടുംബത്തിൻ്റെ സുരക്ഷ. പുച്ഛമാണ് പോലും അവൾക്ക് പുച്ഛം. വന്നോ കോളേജ് കുമാരി? എൻ്റെ അമ്മേ ഇരുന്നല്ല. ചോറ് മുഴുവനുണ്ടോടി? ചോറ് തോരൻ കൊള്ളൂലായിരുന്നു, കൊണ്ട് കളഞ്ഞു. കളഞ്ഞാ? പച്ചക്കറി ഒന്നും തിന്നണ്ട നീ. ഉപ്പൊന്നും ഇല്ല. അവസാനം കണ്ണും പൊട്ടി തൊലിയൊക്കെ ചുളുങ്ങി വെല്ലുമ്മമാരെ പോലെ ആവും. അപ്പൊ പഠിക്കും. കെട്ടിച്ചു വിടാൻ ആരും ചെറുക്കനെയും കിട്ടൂല. ഓ നീ എഴുന്നേറ്റ് പോയിക്കേ പെണ്ണെ. സ്കൂള് വിട്ട് കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ അവൾക്ക് ഉടുപ്പ് മാറണമൊന്നുമില്ല, ഒന്നുമില്ല. പോയിക്കേ. എന്ത് മോളെ യൂണിഫോം മാറിയിട്ടിട്ട് കളിക്കടി. നിങ്ങൾ ഇങ്ങനെ ഏത് സമയം അകത്തിരുന്ന് ഓരോന്ന് ആലോചിച്ച് വിഷമിക്കാതെ പുറത്തൊക്കെ ഒന്ന് പോയി ചുറ്റിക്കറങ്ങി സന്തോഷത്തോടെ തിരിച്ചു വരും. പോ മക്കളെ. അങ്ങനെ പോയിട്ടേ ഒരു തമാശ പടം കാണും. അപ്പൊ ഒരു മനസ്സിനൊരു സുഖം കിട്ടും. റോക്കറ്റ് കിട്ടിയില്ലെങ്കിൽ ഇങ്ങ് തന്നേക്കടാ നോക്കട്ടെ. അമ്മാവന്റെ വീട് തട്ടിപ്പോകൽ, വിൽപ്പന, തക്കിളി കല്യാണം. ഈ വീട് വിൽപ്പന, ഫ്ലാറ്റിന്റെ പണി. കനകന് കുട്ടികളില്ല. ഗുഡ്.
അവന്റെ പ്ലാനാ? വെറുതെ എന്തോ തമാശക്ക്. അത് ശരി. അപ്പൊ ഇതാണ് അവന്റെ മനസ്സിലിരിപ്പില്ലേ? അവനവിടെ ഉറങ്ങുക. നീ അവനെ വിളിച്ചേ? അറിയാതെ പറ്റിയതാണ്, അറിയാതെ വിളിക്കടേ, നീ വിളിക്കേ. പറയണേട്ടില് വിളിക്കാൻ. ക്ലീറ്റോ, ക്ലീറ്റോ, ഇങ്ങോട്ട് വന്നേ. നമ്മളവനോട് എന്ത് ദ്രോഹം? ഭയങ്കര അല്ല അളിയന്റെ ഈ പ്ലാനിങ്ങേ, അമ്മാവനെ തട്ടിപ്പോകലും സ്വത്ത് കൈക്കലാക്കലും കനകന് കുട്ടികളില്ല, അതൊന്നും ഭയങ്കര പ്ലാൻ ആയി പോയല്ലോടാ. ഭാവിയിലുള്ള ഒരു കാര്യം വെറുതെ ഇങ്ങനെ എഴുതി നോക്കി എന്നുള്ളത്. ഭാവിയിലുള്ള കാര്യമാണ് അത്. ഞാൻ ചത്തിട്ട് എന്റെ സ്വത്തോണ്ട് പുട്ടടിക്കാന്നില്ലേ? എന്റെ സ്വത്ത് അണക്ക്. നീ മനുഷ്യനാണോടാ? നീ എന്നെ കൊല്ലാൻ വേണ്ടി ഇറങ്ങിയിരിക്കുക. നീയൊക്കെ ഒരു മനുഷ്യത്തുള്ള എഴുതോടാ ഇങ്ങനെ കുട്ടാത്രേ. ഇവർക്ക് കുട്ടില്ലാത്ത അണക്കെന്താ കുട്ട്? സാരല്ലേ മാവ, ഒന്നുകൂടെ ആലോചിച്ചിട്ട് പറയാന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും ഇത്രയും ആയ സ്ഥിതിക്ക് അതങ്ങ് പറയാം. ഇന്ന് രാവിലെ ഞങ്ങളൊരു തീരുമാനം എടുത്തു. എന്ത്? ഇനിയിപ്പോൾ എന്തായാലും പറയാമല്ലോ. ഞങ്ങളൊരു കുഞ്ഞിനെ ദത്തെടുക്കാൻ തീരുമാനിച്ചു. എങ്ങനെയുണ്ട്? Alien versus Alien.